ചൈനയിലെ ടിയാൻജിനിൽ നടന്ന 2 ദിവസത്തെ ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടി അവസാനിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് നയതന്ത്രത്തിൻ്റെയും ചർച്ചകളുടെയും തിരക്കേറിയ 2 ദിവസത്തെ അനുഭവമായിരുന്നു അത്. എന്നാൽ ഈ തിരക്കേറിയ ചർച്ചകൾക്കിടയിൽ ആലിംഗനങ്ങൾക്കും അവഗണനകൾക്കും ചിരികൾക്കും അതൊരു വേദിയുമായി. SCO ഉച്ചകോടിയിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ചില നിമിഷങ്ങളും അവയ്ക്ക് പിന്നിലെ കഥയും നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ വിശദീകരിച്ചു തരുന്നു. SCO ഉച്ചകോടിയെ സംഗ്രഹിക്കാൻ ഒരു ചിത്രമുണ്ടെങ്കിൽ അത് ഇതായിരിക്കും. റഷ്യയുടെ വ്ളാഡിമിർ പുടിനുമായും ആതിഥേയരായ ചൈനയുടെ പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായും സംസാരിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുഞ്ചിരിച്ചു. ഈ ചിത്രത്തിൻ്റെ ദൃശ്യങ്ങൾ പ്രധാനമാണ്. 3 നേതാക്കളും അമേരിക്കയുമായും അതിൻ്റെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും തണുത്തുറഞ്ഞ ബന്ധം പങ്കിടുന്ന സമയത്താണ് ഇവ വരുന്നത്. 2018 ബ്രിക്സ് ഉച്ചകോടിയിലെടുത്ത സമാനമായ ഒരു ഫോട്ടോയുടെ ഓർമ്മകളും ഈ ചിത്രമുണർത്തി. ട്രംപ് ഭരണകൂടം ഇന്ത്യയെ തീരുവകൾ ചുമത്തി അകറ്റുന്നത് തുടരാൻ തീരുമാനിച്ചാൽ അതിർത്തി തർക്കം പരിഹരിക്കപ്പെടാതെ തന്നെ ചൈന ഉൾപ്പെടെ ഇന്ത്യക്ക് മറ്റ് പ്രധാന സുഹൃത്തുക്കൾ ഉണ്ടാകുമെന്ന് ചിത്രത്തിലൂടെ പ്രധാനമന്ത്രി മോദി നൽകിയ സന്ദേശം പകൽ പോലെ വ്യക്തമായിരുന്നുവെന്ന് ചില വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. SCO ഉച്ചകോടി മുഴുവൻ പവർ പ്ലേയെക്കുറിച്ചായിരുന്നു. പാകിസ്ഥാൻ ഒറ്റപ്പെട്ടപ്പോൾ പ്രധാനമന്ത്രി മോദി വിജയിച്ചു. ഇതിന് തെളിയിക്കാൻ ഇതിലും നല്ലൊരു ചിത്രം വേറെ എന്താണ്? പ്രധാനമന്ത്രി മോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ആഴത്തിലെ ചർച്ചയിൽ മുഴുകി നടന്നു പോകുന്നത് കാണാം. പിന്നിൽ മാറി നിന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ മൈൻഡ് ചെയ്യുന്നില്ല. ഉച്ചകോടിയിൽ നിന്നുള്ള ആദ്യ ഫോട്ടോയിൽ ഷെരീഫിൽ നിന്ന് വ്യത്യസ്തമായി പ്രധാനമന്ത്രി മോദി പലയിടങ്ങളിലായി നിൽക്കുന്നത് കണ്ടതിന് ശേഷമാണിത് സംഭവിച്ചത്. ഏപ്രിൽ 22 ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ ടിയാൻജിൻ പ്രഖ്യാപനം ശക്തമായി അപലപിച്ചു. അത്തരം പ്രവർത്തികളുടെ കുറ്റവാളികളെയും സംഘാടകരെയും സ്പോൺസർമാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ഊന്നി പറഞ്ഞു. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുമ്പ് പ്രധാനമന്ത്രി മോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഊഷ്മളമായ ആലിംഗനം കൈമാറി. അവർ ഗ്രൂപ്പ് ഫോട്ടോയിലേക്ക് കൈകോർത്ത് നടന്നെടുക്കുന്നത് കാണാമായിരുന്നു. ഈ നടപടി വളരെ പ്രധാനമാണ്. എണ്ണ വാങ്ങലിലൂടെ ഇന്ത്യ മോസ്കോ കൈവ് സംഘർഷത്തിന് ഇന്ധനം പകരുകയാണെന്ന അമേരിക്കയുടെ നിരവധി ആരോപണങ്ങൾക്കിടെയാണിത്. ദേശീയ താൽപ്പര്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ നയതന്ത്രം ഇന്ത്യ പിന്തുടരുമെന്ന ന്യൂഡൽഹിയുടെ നിലപാടും ഇത് എടുത്തു കാണിക്കുന്നു. ഈ ആലിംഗനം ലോകമെമ്പാടും വലിയ സംസാര വിഷയമായി മാറി. ചൈനയിലെ സെർച്ച് എഞ്ചിനായ ബൈഡുവിലെ 1-ാം നമ്പർ ട്രെൻഡായി ഇത് മാറി. 2020 ഗാൽവാൻ താഴ്വരയിലെ സംഘർഷത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായ 7 വർഷത്തിനിടെ പ്രധാനമന്ത്രി മോദിയുടെ ആദ്യ ചൈന സന്ദർശനമാണിത്. SCO ഉച്ചകോടിക്കിടെ നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ ഇന്ത്യയും ചൈനയും എതിരാളികളല്ല, വികസന പങ്കാളികളാണെന്ന് ഇരു നേതാക്കളും ചൂണ്ടിക്കാട്ടി. ആഗോള താരിഫ് അനിശ്ചിതത്വങ്ങൾക്കിടയിൽ വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴികൾ ചർച്ച ചെയ്തു. ചൈനയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് തൻ്റെ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് മോദി ഷി ജിൻപിങ്ങിനോട് പറഞ്ഞു. ഇന്ത്യയുടെ ഉഭയകക്ഷി വ്യാപാര കമ്മി കുറയ്ക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. അതിർത്തികളിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഊന്നി പറഞ്ഞു. അതേസമയം ഇന്ത്യയും ചൈനയും പരസ്പര വികസന അവസരങ്ങളാണ്, ഭീഷണികളല്ലെന്ന് ഷി ജിൻപിങ് പറഞ്ഞതായി ചൈനീസ് വാർത്താ ഏജൻസി സിൻഹുവ റിപ്പോർട്ട് ചെയ്തു. അതിർത്തി പ്രശ്നം മൊത്തത്തിലുള്ള ഇന്ത്യ ചൈന ബന്ധത്തെ നിർവചിക്കാൻ നാം അനുവദിക്കരുതെന്ന് ഷീ പറഞ്ഞതായി സിൻഹുവ റിപ്പോർട്ട് ചെയ്തു. 25ാമത് ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിക്കിടെ ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയ ടിയാൻജിനിലെ റിറ്റ്സ് കാൾട്ടണിലേക്ക് റഷ്യയിൽ നിർമ്മിച്ച ഔറസ് സെഡാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്ളാഡിമിർ പുടിനും ഒരുമിച്ച് യാത്ര ചെയ്തു. അസാധാരണമായ ആ കാർ യാത്രയെക്കുറിച്ച് പ്രധാനമന്ത്രി മോദി പിന്നീട് എക്സിൽ പോസ്റ്റ് ചെയ്തു. SCO ഉച്ചകോടി വേദിയിലെ നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രസിഡന്റ് പുടിനും ഞാനും ഞങ്ങളുടെ ഉഭയകക്ഷി കൂടിക്കാഴ്ചയുടെ വേദിയിലേക്ക് ഒരുമിച്ച് യാത്ര ചെയ്തു. അദ്ദേഹവുമായുള്ള സംഭാഷണങ്ങൾ എല്ലായ്പ്പോഴും ഉൾക്കാഴ്ച നൽകുന്നതാണെന്ന് പ്രധാനമന്ത്രി എഴുതി. പ്രധാനമന്ത്രി മോദിയോടൊപ്പം യാത്ര ചെയ്യാൻ പുടിൻ ആഗ്രഹിച്ചിരുന്നുവെന്നും അവർ ഒരുമിച്ച് പോകുന്നതിന് മുമ്പ് പ്രധാനമന്ത്രി മോദി തന്നോടൊപ്പം ചേരുന്നതിനായി ഏകദേശം 10 മിനിറ്റ് കാത്തിരുന്നതായും വിവിധ മാധ്യമങ്ങളോട് ചില വൃത്തങ്ങൾ പറഞ്ഞു. നയതന്ത്രത്തിനും ഭൗമരാഷ്ട്രീയത്തിനും പുറമെ ഈ വർഷത്തെ SCOയിലെ ഒരു രസകരമായ സവിശേഷത ബഹുഭാഷാ പിന്തുണയും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകലും ഒന്നിലധികം ഭാഷകളിൽ പത്രപ്രവർത്തകരെ സഹായിക്കലും എല്ലാം നൽകിയത് ഒരു ഹ്യൂമണോയിഡ് റോബർട്ട് സിയാവോഹി ആയിരുന്നു. ഇന്ത്യ ചൈന ബന്ധങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ
ഒരു AI സർവീസ് റോബോട്ട് എന്ന നിലയിൽ രാജ്യങ്ങളെക്കുറിച്ചോ രാഷ്ട്രീയത്തെക്കുറിച്ചോ ഞാൻ വ്യക്തിപരമായി അഭിപ്രായം പറയില്ലെന്ന് ഹ്യൂമനോയിഡ് മറുപടി നൽകി.